അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ടുപോയാലോ? ഒരു ബ്രിട്ടീഷുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാഴ്ച കാണാനിടയായി. ഒരു വൃദ്ധനായ വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ വൃദ്ധനായ വ്യക്തിയെ സമീപിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വൃദ്ധനായ വ്യക്തി കൂടുതൽ ശകാരിക്കാനും ഈ ചെറുപ്പക്കാരനെ തുടർന്ന് അടിക്കാനും തുടങ്ങി. അപ്പോൾ ഇത് കണ്ട ബ്രിട്ടീഷുകാരൻ അത്ഭുതം തോന്നി. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാരൻ ആ ചെറുപ്പക്കാരനെ സമീപിച്ചിട്ട് കാര്യങ്ങൾ ആരാഞ്ഞു, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കടം വാങ്ങിയ പൈസ തിരിച്ച് നിശ്ചിതമായ സമയത്ത് എനിക്ക് തിരിച്ചേൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനാണ് ആ വൃദ്ധനായ വ്യക്തി എന്നെ ശകാരിക്കുകയും അതികഠിനമായി അടിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് കണ്ട അല്ലെങ്കിൽ കേട്ട ഈ ബ്രിട്ടീഷുകാരൻ അത്ഭുതം തോന്നി. അപ്പോൾ ബ്രിട്ടീഷുകാരൻ ചോദിച്ചു അദ്ദേഹത്തോട്, താങ്കൾക്ക് എന്നാൽ തിരിച്ച് പ്രതികരിച്ചുകൂടായിരുന്നോ ആ വൃദ്ധനായ വ്യക്തിക്ക് എതിരായിട്ട്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഒരു തെറ്റ് ചെയ്തു. എനിക്ക് നിശ്ചിതമായ സമയത്ത് വാഗ്ദത്ത ലംഘനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അത് വാഗ്ദത്ത ലംഘനം പാടില്ല എന്ന്. അത് എൻ്റെ ഒരു തെറ്റ്. ഇനി അതിന് പുറമേ ഞാൻ ആ വൃദ്ധനായ വ്യക്തിയെ അടിക്കുക കൂടി അല്ലെങ്കിൽ പ്രതികരിക്കുക കൂടി ചെയ്താൽ ഞാൻ 2 തെറ്റ് ചെയ്തവനാകും. അപ്പോൾ ഇത് ഈ ബ്രിട്ടീഷുകാരൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരൻ ആ മതത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ആ ബ്രിട്ടീഷുകാരൻ പഠിച്ചു. കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം മുസ്ലിമായി. ഇന്ന് നമ്മൾ കാണുന്ന പല ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. ഫസ്റ്റ് മുസ്ലിം ടു ട്രാൻസ്ലേറ്റ് ഖുർആൻ ടു ഇംഗ്ലീഷ്. അത് ആരാന്നറിയോ? മാർമഡ്യൂക്ക് പിക്താൾ. ആ പിക്താളാണ് ഇസ്ലാമിലെ അല്ലെങ്കിൽ മുസ്ലിമായ ഫസ്റ്റ് ഖുർആൻ്റെ ട്രാൻസ്ലേറ്റർ ടു ഇംഗ്ലീഷ്. ഇൻഷാ അല്ലാഹ്.